ഹുവാവയുടെ Huawei Matepad 11.5 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Huawei Matepad 11.5 2024 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 11.5 ഇഞ്ചിൻ്റെ 2.2K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2200x1440 ആണ്. പിന്നെ TFT LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബ് ഏകദേശം 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 86% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ടാബിൽ വരുന്നത്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 499 ഗ്രാം ആണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 6.85 mm മാത്രമാണ്. പിന്നെ തേർഡ് ജനറേഷനിൽ വരുന്ന പെൻസിലിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് കീബോർഡിന്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ കിരിൻ 8000 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പ്രോസസ്സർ അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു പ്രോസസ്സറാണ് വരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം അവർക്ക് ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ അതുപോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ ഒക്കെ പ്രോസസ്സർ യൂസ് ചെയ്യുന്നതിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ തന്നെ സ്വന്തം പ്രോസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത്. തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് ഓക്കെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 7700 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡും അപ്പം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1699 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം Huawei അവരുടെ ടാബുകളോ ഫോണുകളൊന്നും ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൽ അവർക്ക് ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്ലേ സ്റ്റോർ ഉണ്ടാവില്ല, യൂട്യൂബിൻ്റെ ആപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫോണും ടാബൊക്കെ ഇന്ത്യയിൽ ഹിറ്റാവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പം അവർ ഡിവൈസുകൾ അധികം ലോഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ ഇത് ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ടാബ് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും Huaweiയുടെ Matepad 11.5 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.